അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എവറസ്റ്റ് വ്യൂ പോയിന്റ് കയറാൻ വേണ്ടി പോകട്ടോ. നമ്മൾ 3 പേര് ഒരേപോലെ യൂണിഫോം ഒരേ ജാക്കറ്റെല്ലാം എടുത്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ 2 മണിക്കൂർ നമുക്ക് കയറാനുണ്ട്. അത്യാവശ്യം സ്റ്റീപ്പായിട്ടുള്ള കയറ്റാ കയറി നോക്കാം. അങ്ങനെ നമ്മുടെ നംച ബസാറിലെ രാവിലത്തെ സൂര്യോദയമൊക്കെ കണ്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ കുഞ്ചും വാലിയിലേക്കാണ് നമ്മൾ ഇന്നത്തെ ഒരു ട്രക്കിങ്. ഇതൊരു അക്ലമറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് എന്താ പറയുക ആൾട്ടിറ്റ്യൂഡ് കുറച്ച് ഹൈ കയറി ഒന്ന് സെറ്റാകാൻ വേണ്ടി പോകുന്നത് കേട്ടോ. പോകുന്ന വഴിയിൽ നമ്മളെ ഫസ്റ്റത്തെ പോയിൻ്റ് ഇതാണ്. നമുക്കൊരു എവറസ്റ്റ് വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ സാഗർമാത നാഷണൽ പാർക്കിൻ്റെ അകത്താണ് ഇത്. നമ്മൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മുടെ ലോകത്തിൻ്റെ ഏറ്റവും നെറുകയിലുള്ള നമ്മളെ എവറസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു ഏരിയയിൽ തന്നെ നമുക്കൊരു മ്യൂസിയം ഉണ്ട് കേട്ടോ. ഇവിടുന്ന് നമുക്ക് കുറച്ച് നമ്മുടെ എവറസ്റ്റിനെ കുറിച്ചും ബാക്കിയുള്ള പീക്സിനെ കുറിച്ചൊക്കെയുള്ള ഇൻഫർമേഷൻസൊക്കെ നമുക്ക് വായിച്ചറിയാൻ വേണ്ടി സാധിക്കും കേട്ടോ. അങ്ങനെ താഴത്തെ പോയിന്റിൽ നിന്ന് നമ്മൾ എവറസ്റ്റിൻ്റെ വ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. 3880 മീറ്റർ മുകളിൽ നമുക്കൊരു എവറസ്റ്റ് കഫേ ഉണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അവിടേക്കാണ് നമ്മുടെ യാത്ര. പോകുന്ന വഴിയിൽ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോയ പോയിൻ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഏകദേശം ഒരു 3/4 ഭാഗം നമ്മൾ ഹൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പോയിൻ്റ് കിട്ടും കേട്ടോ. അവിടെ നമുക്ക് ബോർഡ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. 3775 മീറ്റർ എബോവ് സീ ലെവലാണ് നമ്മളുള്ളത്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റും. 3775 മീറ്റർ മുകളിലല്ല കേട്ടോ. കുറച്ചുകൂടെ മുന്നിലേക്ക് നമ്മൾ നടന്നു കഴിഞ്ഞാൽ 3860 മീറ്ററിലെ സ്യാങ്ബോച്ചെ പീക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെയാണ് ഫസ്റ്റത്തെ കഫ കേട്ടോ. ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത കഫേ കൂടെ കിട്ടും. അങ്ങനെ അവസാനത്തെ കഫേ ലക്ഷ്യമാക്കിയിട്ട് എവറസ്റ്റ് കഫേയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. 3880 മീറ്റർ. നിർഭാഗ്യവശാൽ നമുക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ മര്യാദക്കുള്ള വ്യൂ. കാരണം ഫുള്ള് ക്ലൗഡി ആയിരുന്നു. പിന്നെ നമ്മളിതാ തിരിച്ചുള്ള യാത്ര ആരംഭിച്ചു കേട്ടോ. നംച ബസാർ നമുക്ക് താഴെ കാണാൻ പറ്റും. നമുക്ക് താഴെ എത്തണം, അവിടെ നമ്മൾ സ്റ്റേ എത്താം കേട്ടോ. മഴക്ക് മുന്നേ നമ്മൾ നംച ബസാർ എത്തുന്നതിന് മുന്നേ സ്നോഫാൾ തുടങ്ങി കേട്ടോ. അത്യാവശ്യം നല്ല സ്നോഫാൾ ഉണ്ടായിരുന്നു. അപ്പോൾ നാളെ രാവിലെ നമുക്ക് തെങ്ബോച്ചയിലേക്ക് യാത്ര തുടരേണ്ടതാണ്. അപ്പോൾ ഈ മഞ്ഞത്തായിരിക്കും കേട്ടോ നമ്മളെ യാത്ര. അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.